ഗുഡ് മോർണിംഗ്. സോ സമയം ഇപ്പോൾ ആക്ച്വലി 10:30 ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അരമണിക്കൂറേ ക്വസ്റ്റ്യൻ ചെയ്തുള്ളൂ, പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ ഉറക്കം വന്നു തുടങ്ങി. ഞാൻ മുഖമൊന്നും കഴുകിയിട്ടുണ്ട്. ആക്ച്വലി ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്, പക്ഷേ നമ്മൾ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോണ്ട് ഇതിവിടെ നിർത്തിക്കഴിഞ്ഞ് ഇതിവിടെ നിന്ന പോലെയാവും. ഇത് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഒരു സെറ്റും കൂടെ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തീരുന്നത്രയും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, എന്നിട്ട് നിർത്താൻ പോകുന്നു. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു 1 അവർ. ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ ഏരിയാസ് തിരിച്ചിട്ടുണ്ട്, അതും മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ കുറേ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. സോ ഒരു 3 hours അതിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ത്രീ അവേഴ്സ് കംപ്ലീറ്റ് ആയി. സോ ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം. അപ്പോഴത്തേക്ക് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. ടേബിളൊക്കെ വലിച്ചു വാരി ഇട്ടുള്ളത്. ഇതാണിപ്പോൾ ടേബിളിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഇനി ഒന്ന് ഒതുക്കിയിട്ട് സെറ്റാക്കി വെക്കണം, എന്നിട്ടാകുമ്പോൾ അടുത്ത സെറ്റ് തുടങ്ങാം. നമ്മൾ ശാലാക്യം 1 hour തീർന്നു. ആക്ച്വലി ഇപ്പോൾ സമയം 6:45. നമ്മൾ ഇന്ന് 5 hours ഇരുന്നുള്ളൂ. 1 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യാനും ബാക്കി 4 മണിക്കൂർ പഠിത്തു. കുറച്ചധികം നേരം ഇരിക്കണം, ഒരു 10 hours എങ്കിലും കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. സോ ഞാൻ ഫ്രഷായി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അരമണിക്കൂർ നമുക്ക് ദ്രവ്യഗുണവും കുറച്ച് മഹാകഷായം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഹാഫ് അവർ ഡ്രഗ്സും മഹാകഷായം കുറച്ച് നോക്കാൻ പറ്റുള്ളൂ, ഒരു 3-4 എണ്ണം. ഇനി ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കി സെറ്റ് നോക്കാം. സോ നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് നോക്കാനുള്ള സുശ്രുത സൂത്രമാണ്. ഇപ്പോൾ സമയം ആക്ച്വലി 8:45 ആയിട്ടുണ്ട്. ഞാൻ 2 hours ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സുശ്രുത സൂത്രം നോക്കാം, ഒരു 2 hours. സോ ടൈം ഇപ്പോൾ ആക്ച്വലി 11 മണിയായി. സുശ്രുത സൂത്രം നമ്മൾ 2 hours നോക്കി. ഞാൻ കിടക്കാമെന്ന് വിചാരിക്കുന്ന. ഗുഡ് നൈറ്റ്.